ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രതിനിധി എ വി ജയശങ്കറിനൊപ്പമുണ്ട്. രാഹുൽ നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു, ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ജയശങ്കർ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു യുവജന സംഘടനയുടെ മാർച്ച് റിപ്പോർട്ട് ചെയ്തതിനാണ് ഒരു മാധ്യമപ്രവർത്തകയ്ക്കെതിരെ ഇത്രയും ഗുരുതര വകുപ്പുകൾ ചുമത്തിയുള്ള കേസ് വരുന്നത്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഇത് കേരളത്തിലെ ഇന്നത്തെ ഒരു മാധ്യമപ്രവർത്തനം അത്രയും പ്രതിസന്ധി നേരിടുന്നൊരു ഘട്ടമാണ്. നവകേരള സദസ്സിൻ്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇതുകൂടി പിണറായി വിജയൻ എല്ലാ പ്രതിദിന തള്ളിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ തള്ളണം. മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട്, മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് കേസെടുത്തു എന്നുള്ള കാര്യം കൂടി പരാമർശിക്കുന്നത് നന്നായിരിക്കും. ശ്രീ ജയശങ്കറിനെ പോലുള്ള മാധ്യമപ്രവർത്തകനോട് എനിക്കുള്ള ഒരു സജഷൻ, നാളെ എന്തായാലും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. താങ്കൾക്ക് കഴിയുമെങ്കിൽ നവകേരള സദസ്സിൽ പോയിട്ട് ഇതൊരു പരാതി കൊടുക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെയെങ്കിലും, ഇപ്പോൾ പുള്ളി വേറെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം കാണുന്നില്ലെന്നാണ് പറയുന്നത്. പുള്ളിയുടെ വണ്ടിയുടെ മുന്നിലൂടെ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ പുള്ളിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയാൽ ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. പുള്ളിക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ നവകേരള സദസ്സിലൂടെ പരാതി കൊടുക്കണം. അപ്പോൾ ഈ വിഷയവും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നവകേരള സദസ്സിൽ ഉന്നയിക്കണം. നവകേരള സദസ്സിൻ്റെ ബാക്കി പത്രമാണോ മാധ്യമ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഹനിക്കപ്പെടുന്ന സാഹചര്യം? ഞാൻ നേരത്തെ നിങ്ങളുടെ ഓൺലൈൻ പ്രതികരണത്തിൽ ഞാൻ സൂചിപ്പിച്ചു, അന്റാർട്ടിക്കയിൽ ഏതെങ്കിലും പെൻഗ്വിൻ ഒരു മാധ്യമപ്രവർത്തകനെ കൊത്തി എന്ന് പറഞ്ഞിട്ട് ഉടനെ വന്നിട്ട് പറയും പെൻഗ്വിൻ കുത്തി അന്റാർട്ടിക്കയിൽ, അതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരു മേശയും 4 കസേരയും പിടിച്ചിട്ടൊരു മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ സെമിനാർ സംഘടിപ്പിക്കാം എന്നൊന്നും പറഞ്ഞ് ദയവ് ചെയ്ത് ഇനി CPMൻ്റെ നേതാക്കന്മാർ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങരുത്. ഇത്രയും അപഹാസ്യരായിട്ടുള്ള നാണമില്ലാത്ത ഏർപ്പാടുകളല്ലേ നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥിരമായി മനോനിലയെപ്പറ്റി സംസാരിക്കാറുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് നിർദ്ദേശിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളോട് സൂചിപ്പിക്കാനായിട്ടുള്ള, അടിയന്തരമായി നവകേരള സദസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോനില ഏതെങ്കിലും കൊള്ളാവുന്ന ആശുപത്രിയിൽ പോയി കൊള്ളാവുന്ന ഡോക്ടറെ കണ്ട് കൊള്ളാവുന്ന പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. കാരണം ഒരു ഏകാധിപതിയുടെ മനോനിലയിലേക്ക് അദ്ദേഹം പൂർണ്ണമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം തെരുവുകുണ്ടയുടെ മനോനിലയിലായിരുന്നുവെങ്കിൽ ഇന്നലെ തൊട്ട് അദ്ദേഹം ഒരു ഏകാധിപതിയായി മാറിയിരിക്കുകയാണ്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? മാധ്യമപ്രവർത്തകർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇക്കണക്കിന് ഇന്നലെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രതിപക്ഷ നേതാവിന് കാണുന്നില്ലേ? നിങ്ങൾ കണക്ട് ചെയ്യണം. മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് മാത്രം വരുമ്പോഴല്ല നിങ്ങൾ ഇവരുടെ ഈ സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ മുന്നിൽ നടന്ന സമരങ്ങൾ, ആ സമരങ്ങൾ ലൈവായി റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരിൽ ഒരാളാണല്ലോ ജയശങ്കർ. എവിടെയെങ്കിലും പ്രതിപക്ഷ നേതാവ് ആ സീനിനകത്ത് എവിടെയെങ്കിലും ആ തരത്തിൽ അക്രമം നടത്തുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതി, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയായിട്ട് ചിത്രീകരിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ. PDPP ഇടുകയാണ് പ്രതിപക്ഷ നേതാവിനെതിരായിട്ട്. ഇങ്ങനെ കേൾവിയുണ്ടോ? MLA-മാരെ തല്ലുന്നത് കേൾവിയുണ്ടോ? നവകേരള സദസ്സിൻ്റെ ബാക്കിയാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ സർക്കാരിന് മനോനില പരിശോധിച്ച് കഴിയുമെങ്കിൽ ഈ സർക്കാരിനെ ചങ്ങലക്കിടാൻ ശുപാർശ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.